AL എന്നാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം ഒരു 5% ഒരു മൂവ് ചെയ്ത് UC അടിച്ചൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കിതിൻ്റെ ചെറുതായിട്ട് നമുക്കൊരു ടെക്നിക്കൽ അനാലിസിസ് നടത്തി നോക്കാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴത്തോട്ട് പോയതാണ്. കണ്ടോ, ഒരുപാട് നാൾ സ്റ്റോക്ക് താഴെയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വര വരഞ്ഞിട്ട് കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് താഴത്തോട്ട് പോയ സ്റ്റോക്കാണ്. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ റിക്കവറായി ഈ റേഞ്ചിലോട്ട് വന്നു. പക്ഷേ ഇവിടുന്ന് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് അല്ലേ. അവിടുന്ന് ശേഷം വീണ്ടും സ്റ്റോക്ക് കണ്ട് ഈ റേഞ്ചിൽ നിന്ന് താഴത്തോട്ട് പോയി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റേഞ്ച് വരെ താഴത്തോട്ട് പോയി. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ വരെ താഴത്തുണ്ട്. ഈ റേഞ്ചിൻ്റെ അടിയിലൊന്നും പോയിട്ടില്ല സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്റ്റിൽ ബുള്ളിഷ് ആണെന്ന് നമുക്കറിയാം. ഇത് വീക്കിലി ചാർട്ടാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഈ റേഞ്ചിൽ നിന്ന് ഇവിടെ എടുക്കാം. കണ്ടോ, ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഏകദേശം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലോൻ്റെ താഴത്തോട്ട് പോയിട്ടില്ല. ഈ ഒരു ലോൻ്റെ താഴത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ സ്ട്രെങ്ത് കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ അല്ലേ. അതിനുശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് ഒരു ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴത്തോട്ട് വന്നു. നമ്മൾ ഈ ലോഡ് താഴത്തോട്ട് വന്നിട്ടില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ രീതിയിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു 307 എബോവ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ലൊരു ചാർട്ടാണ്. സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് 2018 ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ഏകദേശം മിക്കവാറും ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഒക്കെ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു 390 ഒക്കെ അടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്കൊരു മിഡ് ടൈമിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഈ ഒരു റേഞ്ചിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 230 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു 390 ഒക്കെ ടാർഗറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.